കിരൺ ബാബുവാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. കിരൺ, നേരത്തെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് മുഖ്യമന്ത്രി ചർച്ചകളിലും ഏറ്റവും അധികം ഉയർന്നു കേട്ടിരുന്ന പേരുകളിൽ ഒന്ന് രമേശ് ചെന്നിത്തലയുടേതായിരുന്നു. അവിടെ നമ്മൾ പലപ്പോഴായി സംസാരിച്ചതുമാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തതുമാണ് രമേശ് ചെന്നിത്തലയുടെ മറ്റ് നേതാക്കളുമായുള്ള ബന്ധം, സാമുദായിക സംഘടനകളുമായുള്ള അടുപ്പം, ഇതുമൊക്കെ ഒരു പക്ഷെ പരിഗണിച്ചേക്കാമെന്നുള്ളത്. അതൊന്നും അല്ല, വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് പാർട്ടിയിലുള്ള സ്വാധീനം, മറ്റ് നേതാക്കളുമായുള്ള ബന്ധം, അതുകൂടിയൊക്കെ വ്യക്തമാക്കുന്ന ഒന്നാണ് ഈ കൂടിക്കാഴ്ചകൾ. ഇനിയിപ്പോൾ അറിയേണ്ടത് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്കുണ്ടോ, ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾക്ക് എത്രത്തോളം പരിഗണന നൽകാൻ സാധിക്കും ഈ മന്ത്രിസഭയിൽ എന്നതാണ്. ഒപ്പം നമുക്കറിയാം, ഒരു മന്ത്രിസഭയാണ്, അവിടെ ജാതിമത സമവാക്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യവുമല്ലല്ലോ. അഭിലാഷ്, പ്രധാന ചോദ്യത്തിലേക്ക് വരും മുമ്പ് ഈ സമുദായ നേതാക്കളുമായിട്ടുള്ള ചെന്നിത്തലയുടെ ബന്ധമെന്ന് അഭിലാഷ് സൂചിപ്പിച്ച ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. രമേശ് ചെന്നിത്തല എന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ നന്നേ ചെറുപ്പത്തിൽ തന്നെ 28-ാം വയസ്സിൽ കേരള മന്ത്രിസഭയിലേക്ക് എത്തിയ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ അന്നേ കരുതിയിരുന്ന ഒരു നേതാവിനെ യഥാർത്ഥത്തിൽ ഡീഗ്രേഡ് ചെയ്തത്, അദ്ദേഹത്തിന് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ തലയിൽ ഏറ്റവും വലിയ ഭാരമാക്കിയത് ഈ സമുദായ നേതാക്കളുമായിട്ടുള്ള ബന്ധമാണ്. കേരളത്തിൻ്റെ ഒരു മതേതര പ്രതിച്ഛായുള്ള ഒരു വലിയ നേതാവിനെ നായർ ബ്രാൻഡ് നേതാവാക്കി മാറ്റിയത് പെരുന്നയിൽ നിന്ന് സുകുമാരൻ നായരുടെ പിന്തുണയാണ്. അദ്ദേഹത്തിൻ്റെ താക്കോൽ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള പ്രസ്താവനയാണ് എന്നതൊക്കെ ഓർക്കണം. ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചടിയായതുമൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വി ഡി സതീശനെതിരെ അതിശക്തമായി NSSന്റെയും SNDPയുടെയും നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്നു. വി ഡി സതീശനെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും അവിടെ കിരൺ ഈ പറയുന്നത് പോലെ ഒരു സമയത്ത് അത്തരം ബ്രാൻഡ് ആവശ്യത്തിൽ രമേശ് ചെന്നിത്തലയും നേട്ടമുണ്ടാക്കിയിരുന്നല്ലോ. അതിനുശേഷമാണല്ലോ അത് പിന്നീട് തിരിച്ചടിയാകുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അടക്കം ചെന്നിത്തല കൈകാര്യം ചെയ്തിരുന്നു. അഭിലാഷ്, അത് യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ നേട്ടമായെന്ന് പറഞ്ഞാൽ അത് നമ്മൾ മറ്റു തരത്തിൽ വീക്ഷിച്ചാൽ ആ മന്ത്രിസഭ ഉണ്ടാകുന്ന കാലത്ത് തന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, അന്ന് വിശാല ഐ ഗ്രൂപ്പിൻ്റെ നേതാവാണ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി, എ ഗ്രൂപ്പിൻ്റെ ഉമ്മൻചാണ്ടി. ഈ രണ്ട് നേതാക്കളല്ലാതെ മൂന്നാമതൊരു നേതാവിൻ്റെ പേര് പരിഗണനയിലില്ലായിരുന്നു. അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടിക്ക് നൽകുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കാമെന്നുള്ള ഫോർമുലയൊക്കെ വന്നിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അല്ലാതെ താൻ ഈ പദവി ഏറ്റെടുക്കില്ല എന്നുള്ള നിലപാടൊക്കെയാണ് ചെന്നിത്തല സ്വീകരിച്ചത്. അതിനുശേഷം പിന്നീട് 1-2 വർഷം കഴിയുമ്പോഴും മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നില്ല. ആ ഘട്ടത്തിലാണ് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്ക് വരാം എന്നുള്ള തീരുമാനം വരുന്നത്. അപ്പോഴും ആഭ്യന്തര വകുപ്പ് കൊടുക്കാനും തയ്യാറാവുന്നില്ല. അത് വല്ലാതെ നീണ്ടുപോയ ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഈ താക്കോൽ സ്ഥാന പ്രഖ്യാപനമൊക്കെ വരുന്നത്. ഈ താക്കോൽ സ്ഥാന പ്രഖ്യാപനം കൊണ്ടല്ല യഥാർത്ഥത്തിൽ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ സ്ഥാനം കിട്ടുന്നത്. അന്ന് ഐ ഗ്രൂപ്പിൻ്റെ ശക്തി അത്രത്തോളം വലുതായിരുന്നു. വിശാല ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ KC വേണുഗോപാലും വി ഡി സതീശനും അല്ലെങ്കിൽ K സുധാകരനും K മുരളീധരനും എല്ലാം അവരെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. മറിച്ച് മറുഭാഗത്ത് ഉമ്മൻചാണ്ടിയാണ് ഉണ്ടായത്. ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ആളുകളും ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. അന്ന് വലിയ ശക്തിയായിരുന്നു. ആ ശക്തിയുടെ കൊണ്ടുകൂടിയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല നേതാവിന് അതുണ്ടാക്കിയ ഭാരം, അതുണ്ടാക്കിയ നാണക്കേട് അതിപ്പോഴും അദ്ദേഹത്തിന് പിന്തുടരുന്നുണ്ട് എന്നതൊരു അതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി അവസാന നിമിഷം ഈ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒക്കെ ഒരു വലിയ പ്ലസ് പോയിന്റ് ഉണ്ടായത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതവിദ്വേഷം പറയുന്ന വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ വി ഡി സതീശനെ പരസ്യമായി എതിർക്കുന്നു. സുകുമാരൻ നായരെ പോലെ അവസരം നോക്കി ആരെയും സ്വന്തം വിധേയമായി നിൽക്കാത്ത നേതാക്കൾക്കെതിരെ എന്തും പറയുന്ന ഒരു നേതാവ് വി ഡി സതീശനെതിരെ പറയുന്നു. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ആരും അതിന് പ്രതിരോധം തീർക്കാൻ പോലും രംഗത്ത് വരുന്നില്ല. കോൺഗ്രസിലെ പ്രധാന നേതാക്കളാരും പ്രതിരോധം തീർക്കാൻ പോലും രംഗത്ത് വരുന്നില്ല. മറിച്ച് അത് CPMന്റെ ഒരു നേതാവിനെതിരെയാണ് വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മത നേതാവോ സമുദായ നേതാവോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആ പാർട്ടി ഒന്നടങ്കം പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വിയോജിപ്പുകൾ മാറ്റിവെച്ച് അവർക്കെതിരെ രംഗത്ത് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇതൊക്കെയും യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല എന്ന സീനിയർ നേതാവ്, ഈ രണ്ട് KC വേണുഗോപാലിനേക്കാളും വി ഡി സതീശൻ്റെയും നേതാവാണ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല. ഇവരെക്കാൾ മുമ്പ് മുഖ്യമന്ത്രി ആവേണ്ട ആളുമാണ്. കഴിഞ്ഞ തവണ ജയിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആവേണ്ട ആൾ തന്നെയാണ്. വേറെ ചോയ്സ് ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളിനെ ഡിഗ്രേഡ് ചെയ്തതിൽ പ്രധാനപ്പെട്ട പങ്ക് ഈ സമുദായ നേതാക്കളുമായിട്ടുള്ള അടുപ്പത്തിന്, അവരുമായിട്ടുള്ള പരിധിയിൽ കവിഞ്ഞ അടുപ്പത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടിയാണ് സൂചിപ്പിച്ചത്. ഇപ്പോഴെന്തായാലും ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വാദം, അദ്ദേഹത്തിനൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന 1-2 പേരുകളെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം. അത് അൻവർ സാദത്തിൻ്റെ പേരാണ്. അൻവർ സാദത്ത് 4-മതാണ് ജയിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന, മധ്യകേരളത്തിൽ വരുന്ന കടുത്ത ഇടതുപക്ഷ തരംഗം വീശിയടിച്ചപ്പോഴും അവിടെയെല്ലാം വിജയം ആവർത്തിച്ച ഒരു പ്രധാന നേതാവാണ്. 100% ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. മറ്റൊന്ന് IC ബാലകൃഷ്ണൻ്റെ പേരാണ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് AP അനിൽകുമാർ 2 തവണ മന്ത്രിയായ ആളാണ്. ഇനി AP അനിൽകുമാറിനെ മാറ്റി മലബാറിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് IC ബാലകൃഷ്ണൻ വരട്ടെ എന്നുള്ള ഒരു നിർദ്ദേശം വെക്കുന്നു. ഈ നിർദ്ദേശങ്ങളൊക്കെയും അദ്ദേഹം വെക്കുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം നിലപാട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ ആ മന്ത്രിസഭയിലേക്ക് താനില്ല
താൻ മാറി നിന്നുകൊള്ളാം എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ അത്തരമൊരു നിലപാടുമായി കോൺഗ്രസിൽ ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല ഇനിയും കൂടുതൽ ഒറ്റപ്പെടുകയും അധികാരമില്ലാത്തൊരവസ്ഥയിൽ അത് കാര്യമായ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രതിരോധം ഉയർത്തി മുന്നോട്ട് പോകാനുള്ള പ്രയാസമൊക്കെ തിരിച്ചറിഞ്ഞ് തന്നെയാണ് മന്ത്രിസഭയിലേക്ക് മടങ്ങി വരിക എന്നുള്ള നിലപാടിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല എന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. അതിന് ഒരു ആഭ്യന്തരം തന്നെ കിട്ടണം. കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക്, അതിനു മുമ്പ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ച് അത് അവസാനം ഇങ്ങനെ വാശി പിടിച്ച് കിട്ടാതെ പോയി ആഭ്യന്തരം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇപ്പോൾ ആഭ്യന്തരം പോലും ഇപ്പോൾ മന്ത്രിസഭയിലേക്കില്ല എന്ന് വാശി പിടിച്ചാൽ അതുപോലും അദ്ദേഹത്തിന് ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും. സ്വാഭാവികമായും സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. ഇനി അതൊരു അട്ടിമറി ഉണ്ടാക്കി നാളെ മുഖ്യമന്ത്രിയാവാം എന്നുള്ള പ്രതീക്ഷയ്ക്ക് അത് ഒരു വിദൂരമായ സാധ്യത മാത്രമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം സാധ്യതകൾക്കൊന്നും ഉടൻ എന്തായാലും വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. രാഷ്ട്രീയമാണ്, അതുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല ഭാവിയിൽ എന്താവുമെന്ന്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. അപ്പോൾ അവിടെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഉറപ്പിച്ച് രണ്ടാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തല തുടരുക. ഈ ഒരു നീക്കവുമായിട്ടാണ് രമേശ് നീങ്ങുന്നത്. അങ്ങനെ മാത്രം ഒരു നീക്കം അദ്ദേഹത്തിന് ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഈ പറയുന്ന അൻവർ സാദത്തിനെ കൂടെ നിർത്തുന്നത്. IC ബാലകൃഷ്ണൻ പൂർണ്ണമായും അദ്ദേഹത്തിനൊപ്പമൊന്നുമല്ല നിന്നത്. അദ്ദേഹം KC വേണുഗോപാലിൻ്റെ പേരും രണ്ടാമത് രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞ ഒരാളുമാണ്. പക്ഷേ മറിച്ച് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരാൾ മന്ത്രിയാവുന്നെങ്കിൽ അത് AP അനിൽകുമാറാണ്. ഏറ്റവും മുതിർന്ന നേതാവ് AP അനിൽകുമാറാണ്. അനിൽകുമാർ പലതവണ മന്ത്രിയായി എന്നുള്ളത് കൊണ്ട് IC ബാലകൃഷ്ണൻ്റെ പേര് കൂടി അനിൽകുമാർ KC വേണുഗോപാലിന് ചെക്ക് വെക്കുക എന്നതുകൂടി അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് IC ബാലകൃഷ്ണൻ്റെ പേര് കൂടി വെക്കുന്നു. പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നാണ്. വയനാടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാൻ, വനിതകൾ 2 പേർ വരണമെങ്കിൽ സ്വാഭാവികമായും ഏറ്റവും സീനിയറായ 2 വനിതകൾ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയുമാണ്. ഷാനിമോൾ ഉസ്മാൻ കൂടി വന്നു കഴിഞ്ഞാൽ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ജാതിയും മതവും നോക്കിയല്ല മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. പക്ഷേ ജാതി മത സമവാക്യങ്ങൾ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തെ പൂർണ്ണമായി ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വലിയ പ്രാതിനിധ്യം നൽകാനോ ഒന്നും കഴിയില്ല. അത് കോൺഗ്രസ് കാലാകാലങ്ങൾ സ്വീകരിക്കുന്ന നിലപാടാണ്. അതിനെ അങ്ങനെ ജാതി നോക്കി മന്ത്രി സ്ഥാനം നൽകി എന്നുള്ളതല്ല, എല്ലാവരെയും പരിഗണിക്കുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് അതിനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഷാനിമോൾ ഉസ്മാൻ കൂടി മന്ത്രിയായാൽ ലീഗിൻ്റെ 5 മന്ത്രിമാരെ +1 6 മന്ത്രിമാരാവും. എല്ലാ കാലത്തും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിയാണ് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണയാണെങ്കിലും അതിന് മുമ്പായാലും ഒക്കെ ഒറ്റ മന്ത്രി മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുണ്ടാവുന്നത്. ഇത്തവണയും അങ്ങനെ വരുമ്പോൾ സിദ്ദിഖിൻ്റെ അവസരം നിഷേധിക്കപ്പെടും. എ ഗ്രൂപ്പുകാരാണ് സിദ്ദിഖ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത ആളാണ്. പ്രധാനപ്പെട്ട പദവി വഹിച്ച ആളാണ്. MLA എന്ന നിലയ്ക്ക് അൻവർ സാദത്താണ് സീനിയർ എങ്കിലും സിദ്ദിഖിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു, എ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അങ്ങനെ പല കാരണങ്ങളും ഇപ്പോൾ KC വേണുഗോപാലിന് ശക്തമായ പിന്തുണ. അതിനേക്കാളും പ്രധാനമാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവുക എന്നുള്ളത്. അതിന് സിദ്ദിഖിനെ ഏതെങ്കിലും തരത്തിൽ വെട്ടിപ്പോയാൽ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് IC ബാലകൃഷ്ണൻ്റെ പേര് വരട്ടെ, അപ്പോൾ KC വേണുഗോപാലിൻ്റെ വലങ്കൈയായ AP അനിൽകുമാറിനെ വെട്ടാം എന്നൊരു രാഷ്ട്രീയ തന്ത്രം കൂടി പൂർണ്ണമായും തൻ്റെ പക്ഷത്തല്ല നിൽക്കുന്നതെങ്കിലും IC ബാലകൃഷ്ണൻ KC പക്ഷത്തും തൻ്റെ പക്ഷത്തും കൂടി നിൽക്കുന്ന IC ബാലകൃഷ്ണൻ്റെ പേര് മുന്നോട്ട് വെക്കുന്നതിൽ രമേശ് ചെന്നിത്തല ഇത്തരം ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ 2 മുസ്ലിം എടുക്കുന്നത് ഇപ്പോഴത്തെ സാമുദായിക പ്രാന്തത്തിൽ അത് മറ്റൊരു തരത്തിലേക്ക് ബാധിക്കുമെന്നൊരു നില വന്നു കഴിഞ്ഞാൽ സിദ്ദിഖ് ഒഴിവായാൽ വയനാട്ടിൽ നിന്നൊരാൾ വേണം. ഈ മന്ത്രിമാരുടെ ആകെ ലിസ്റ്റൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാവരും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ളവരാണ് മന്ത്രിമാരിൽ ഭൂരിപക്ഷം പേരും. എറണാകുളത്തിന് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ളത് 2 or 3 പേര് മാത്രമാണ് വരുന്നത്. ഘടകകക്ഷികളും പ്രധാന ഘടകകക്ഷികളും എല്ലാം ഇപ്പുറത്താണെന്ന് ആലോചിക്കണം. ലീഗിൻ്റെ മന്ത്രിമാർ മാത്രമാണ് അപ്പുറത്ത് നിന്ന്, മധ്യ കേരളത്തിന് അപ്പുറത്ത് നിന്ന് വരുന്നത്. എറണാകുളത്തിന് അപ്പുറത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ലീഗിൻ്റെതാണ്. കോൺഗ്രസിൽ നിന്ന് സണ്ണി ജോസഫിനെ പോലെ 1 or 2 പേർ, ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ 1 or 2 പേർ കൂടി വന്നേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴും മെജോറിറ്റി ആളുകൾ ഇപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതെല്ലാം പരിഗണിച്ച് സ്വാഭാവികമായും മലബാറിൽ നിന്നൊരു പ്രതിനിധി എന്ന നിലയ്ക്കൊക്കെ IC ബാലകൃഷ്ണൻ്റെ പേര് പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ രാഷ്ട്രീയ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടും IC ബാലകൃഷ്ണനെ സ്വന്തം പക്ഷത്തേക്ക് പൂർണ്ണമായും കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ്. എന്തായാലും KC വേണുഗോപാലിനെ AP അനിൽകുമാറിനെ തഴഞ്ഞുകൊണ്ട് IC ബാലകൃഷ്ണൻ്റെ പേര് വെക്കാൻ കഴിയില്ല. അത് IC ബാലകൃഷ്ണൻ നന്നായി അറിയാം. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അതിനെ AP അനിൽകുമാറിനെ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശമൊന്നുമില്ല. അവിടെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഒരു ചെക്ക് വെക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രയോഗിച്ചിരിക്കുന്നതാണ്. ഈ കോൺഗ്രസിൻ്റെ ദീർഘകാലമായിട്ടുള്ള ഇത്തരം ചർച്ചകളിലൊക്കെ ഇവർ മുന്നോട്ട് വെക്കുന്ന പേരുകൾ, എല്ലാ പേരുകളും വെക്കുന്നത് അവരെ മന്ത്രിയാക്കാൻ വേണ്ടിയോ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. ചില പേരുകൾ മുന്നോട്ട് വെക്കുന്നത് വെട്ടാൻ വേണ്ടി കൊടുക്കുന്ന ചതുരംഗത്തിലെ ചില കരുക്കളാണ്. ചിലപ്പോൾ ആ കരുക്കൾ വെട്ടുകൊള്ളാതെ മുകളിൽ കയറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു സാധ്യതയാണ് ഇവിടെ IC ബാലകൃഷ്ണൻ്റെ പേര് വെക്കുന്നതിലൂടെ രമേശ് ചെന്നിത്തല കാണുന്നത്. ഈ അൻവർ സാദത്തിൻ്റെ പേര് വെക്കുന്നതിലൂടെയും അതുതന്നെയാണ് രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നത്. ഷാനിമോൾ ഉസ്മാനോ ടി സിദ്ദിഖ് ഒഴിവാകുകയാണെങ്കിൽ അൻവർ സാദത്ത് ഇതിൽ MLA എന്ന നിലയിൽ സീനിയോറിറ്റി പരിഗണിച്ചാൽ അത് സ്വാഭാവികമായും അൻവർ സാദത്തിനാണ്.
നാലാം തവണയാണ് MLA ആവുന്നത്. 2 തവണ ഇടതു തരംഗം വീശിയടിച്ചപ്പോഴും ആ 2 ഇടതു തരംഗത്തിലും പതറാതെ തൻ്റെ UDF മണ്ഡലമാണെങ്കിൽ പോലും ആ സീറ്റ് ഉറപ്പിച്ചു നിർത്തിയ ആൾ കൂടിയാണ് അൻവർ സാദത്ത്. രമേശ് ചെന്നിത്തലയുടെ എക്കാലത്തെയും വിശ്വസ്തരാണ്. മറ്റു പലരും മാറിയും തിരിഞ്ഞും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അൻവർ സാദത്ത് തുടക്കം മുതൽ KSU കാലം മുതൽ അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമാണ് നിന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസ്തനായ ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു, ഇത്ര സീനിയർ എന്ന നിലയ്ക്ക് പരിഗണിക്കുന്നുള്ള നിർദ്ദേശം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതും ചിലപ്പോൾ അതിലും ഒരു ഒത്തുതീർപ്പിലേക്കൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്ക് പോകേണ്ടി വരും. ഈ ഒത്തുതീർപ്പൊക്കെ ഉണ്ടാവണമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തോടുകൂടി മന്ത്രിസഭയിൽ 2ാം സ്ഥാനം അദ്ദേഹത്തിന് ഉറപ്പാണ്. അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കം ചോദിക്കാറുണ്ട്. അങ്ങനെ അടക്കം തനിക്ക് അർഹമായ പദവി വേണം. ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചേക്കുന്ന നിർദ്ദേശം അതാണ്. ഇങ്ങനെ തന്നെക്കാൾ ഏറെ ജൂനിയറായ സതീശന് കീഴിൽ നിങ്ങൾ സതീശൻ്റെ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം തനിക്കുണ്ടായിട്ടും താൻ സതീശന് വേണ്ടി വഴിമാറി കൊടുത്തു. ഇത്തവണയും തൻ്റെ സീനിയോറിറ്റി നിങ്ങൾ പരിഗണിച്ചില്ല. താൻ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ഒരു തരത്തിലും സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല. ഇനിയെങ്കിലും തന്നെ അർഹമായ പരിഗണന നൽകണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ള നിലപാട്. പക്ഷേ അത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് എന്തായാലും രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം, അത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്ന ഒരാളല്ല രമേശ് ചെന്നിത്തല. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകിയാൽ സതീശനെ സംബന്ധിച്ച് മന്ത്രിസഭയിൽ മറ്റൊരു അധികാര കേന്ദ്രം കൂടി വരുന്നു എന്നുള്ള വിഷയം സതീശൻ പക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് ഇനി ഇതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തീർച്ചയായും ഒരു പക്ഷേ ഈ മുതിർന്ന നേതാക്കളെ അനുനയിപ്പിച്ചപ്പോൾ അടക്കം, അതായത് VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലടക്കം രമേശ് ചെന്നിത്തലയ്ക്ക് പ്രധാനപ്പെട്ട വകുപ്പോ മറ്റോ എന്നതൊക്കെ ഹൈക്കമാൻഡും തീരുമാനിച്ചിട്ടുണ്ടോ എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ വിഭജനം നടക്കുക. അതിനപ്പുറത്ത് കേരളത്തിൽ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് പോയിട്ടുണ്ടോ എന്നതും അറിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.